മുഖ്യമന്ത്രിയുടെ ജീവിതത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കാം ഇത്തരം വാർത്താ സമ്മേളനങ്ങളിൽ തിരിച്ചുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതിലെതിരായിട്ടുള്ള ചോദ്യങ്ങൾ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ശോഭിക്കുന്നത്. പക്ഷെ ഒരു ബഹുമാനവും വിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല അരുൺ. മുഖ്യമന്ത്രിയാണ്. അതേ ബഹുമാനം കൊടുത്തുകൊണ്ട് പ്രേക്ഷകർക്കും നാട്ടുകാർക്കും അറിയാനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ചോദിച്ചത്. അതിനിയും ചോദിക്കും, എത്ര ശോഭിച്ചാലും. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ജോലിയും. പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതുന്ന പോലെ ഇതിൽ ടി വി പ്രസാദിന് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു നീരസവുമില്ല, മുഖ്യമന്ത്രിക്കും ടി വി പ്രസാദുമായിട്ടും ഇല്ല, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകരുമായിട്ട് മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. ആ സമയത്ത് ചോദ്യം ഒരു എക്സ്ചേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ചില ചോദിക്കുന്നു, ചില ചോദ്യങ്ങളിൽ അസ്വസ്ഥരാകും. അതെല്ലാ സ്ഥലങ്ങളിലും അധികാര സ്ഥാനത്തിലിരിക്കുന്നവർ ചോദ്യങ്ങളോട് അങ്ങനെ പൂർണ്ണമായിട്ടും ടോളറൻ്റ് ആവണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെതിരെ അവരുടെ മറുപടികൾ ഉണ്ടാവും. അത് ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ മറുപടി പറയും, ചിലപ്പോൾ മൗനമായിരിക്കും. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ കല്ലെറിയാൻ നിൽക്കുന്നവരോടാണ് പറയാനുള്ളത്, ഇതൊരു രാഷ്ട്രീയമാണല്ലോ. അധികാരത്തിലിരിക്കുന്നവരോട് ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ടാവണം. ഇല്ലെങ്കിൽ അതെന്താ സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ ഒന്ന് അമേരിക്കയിലേക്ക് പോയാൽ മതി. അവിടെ ഡൊണാൾഡ് ട്രംപ് റോയിട്ടേഴ്സിനെയും ബ്ലൂംബർഗിനെയൊക്കെ നല്ല പണി കൊടുത്തിരിക്കുകയാണ്. ഈ അധികാര സ്ഥാപനങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് എങ്ങനെയാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവർ പെരുമാറുന്നത് ഡൊണാൾഡ് ട്രംപിനെ കൂടി കണ്ട് നമ്മൾ പഠിക്കണം. ഡൊണാൾഡ് ട്രംപ് എന്താ ചെയ്ത് റോയിട്ടേഴ്സിനെയും ബ്ലൂംബർഗിനും ഇനി വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ സ്ഥിരം ആസ്ഥാനമൊക്കെ എടുത്ത് മാറ്റാൻ പോവുകയാണ്. പ്രസ് പൂളിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ടും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അമേരിക്കയിലെ സംഭവമാണ്. റോയിട്ടേഴ്സിനെ പോലെ ഒരു ഏജൻസി അമേരിക്കയുടെ പ്രസ് പൂളിൽ നിന്ന് മാറ്റി ഡൊണാൾഡ് ട്രംപ്. കാര്യം എന്താ? പ്രസ് കോൺഫറൻസിൽ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളതായിരുന്നു. അതപ്പോൾ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർ അത്തരം ചോദ്യങ്ങളോട് സഹിഷ്ണുതയോടുകൂടി പെരുമാറണം എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഡൊണാൾഡ് ട്രംപിൻ്റെയും റോയിട്ടേഴ്സിൻ്റെയും കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം.